നമുക്കെല്ലാം പ്രിയങ്കരനായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ സംസ്കാര ചടങ്ങ് ഇന്ന് രാവിലെ 11:45 ഡൽഹിയിൽ നടക്കും. ഓർമ്മകളിൽ മൻമോഹൻ. നമ്മുടെ രാജ്യം കണ്ട പ്രധാനമന്ത്രിമാരിൽ ഒരുപാട് മാതൃകയാകുന്ന ആളാണ് ഈ ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തെക്കുറിച്ച് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനോടെല്ലാം പറഞ്ഞിരുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് വിജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തരേണ്ട, അതിൻ്റെ ക്രെഡിറ്റ് എല്ലാവരും കൂടി എടുത്തോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മറഞ്ഞു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അതിനും വലിയൊരു കാര്യമുണ്ട്. ഇന്ന് വരെ ഒരുപക്ഷെ രാജ്യം അറിഞ്ഞിട്ടില്ലാത്ത, അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. അത് നമ്മൾ പുറത്തുവിടാൻ പാടില്ലാത്തതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാരം നടക്കുന്ന വേളയിൽ നമ്മൾ തീർച്ചയായും ലോകത്തോടത് പറയണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഒബാമ ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഗുരു എന്നാണ് വിളിച്ചിരുന്നത്. നമ്മൾ വിചാരിച്ചു ഒരു സ്നേഹവും വാത്സല്യവും കൊണ്ട് അങ്ങനെ അമേരിക്കൻ രാഷ്ട്രപതി ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ വിളിക്കുകയാണെന്ന് വിചാരിച്ചു. എന്നാൽ സത്യം അതായിരുന്നില്ല. ഈ സാമ്പത്തിക മാന്ദ്യം കൊണ്ട് അമേരിക്കൻ ഭരണകൂടം നട്ടം തിരിയുന്ന ഒരു വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ ഉപദേശങ്ങളായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. അമേരിക്കയ്ക്ക് കരകയറാനുള്ള ഏക ഉത്തോലകമായിട്ട്, വഴിയായിട്ട് അദ്ദേഹം കണ്ടത് മൻമോഹൻ സിംഗിനെയാണ്. എല്ലാ ആഴ്ചയും 2-3 തവണ അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരമായി ഡോക്ടർ മൻമോഹൻ സിംഗിനെ വിളിച്ചിരുന്നു ഫോണിൽ കാര്യങ്ങൾ ചോദിക്കാനും വിശദമായ ഉപദേശങ്ങൾ ലഭിക്കാൻ. ചില ആഴ്ചകളിലൊക്കെ തന്നെ എല്ലാ ദിവസവും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഫോണിൽ വിളിക്കുക. അക്ഷരാർത്ഥത്തിൽ സാമ്പത്തിക കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ഒബാമയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് ഗുരുവായി മാറുകയായിരുന്നു. തൻ്റെ നിശ്ചിതമായ സാമ്പത്തിക ബുദ്ധിയിൽ അമേരിക്കയുടെ സാമ്പത്തിക മാന്ദ്യത്തെയും സാമ്പത്തിക കെടുതികളെയും മാറ്റിമറിക്കാൻ പല ഉപദേശങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഇദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ലോകത്തിലെ പല രാഷ്ട്രത്തലവന്മാരും അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിനെ രഹസ്യമായും പരസ്യമായും ഒക്കെ ഫോൺ വിളിച്ചിരുന്നു. കാരണം അവരൊക്കെ കാരണം ഇന്ത്യയെപ്പോലൊരു സങ്കീർണമായ രാജ്യത്ത് തൻ്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് രാജ്യത്തെ മാറ്റിമറിക്കാൻ കഴിഞ്ഞ രക്ഷകൻ്റെ കുപ്പായമണിഞ്ഞ ഡോക്ടർ മൻമോഹൻ സിംഗിനെ തങ്ങളുടെ രാജ്യത്തെയും രക്ഷിക്കാൻ കഴിയുന്ന വിശ്വാസമുള്ള ലോക നേതാക്കന്മാർ അന്ന് നിരവധിയായിരുന്നു എന്ന രഹസ്യം. പ്രത്യേകിച്ചും ബറാക്ക് ഒബാമയുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം അദ്ദേഹം ഏറ്റവും ആദരവോടെ കണ്ട ലോക നേതാവ് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. അദ്ദേഹം ഗുരു എന്ന് വിളിച്ചു. മാത്രമല്ല ഈ ഗുരുതുല്യനായി പരിഗണിച്ചു എന്ന് മാത്രമല്ല, അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രം മാറ്റിമറിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഉപദേശങ്ങൾ എല്ലാ ദിവസവും എടുക്കാൻ അദ്ദേഹം താല്പര്യമെടുത്തിരുന്നു എന്നുള്ളതാണ്. വിളിച്ചപ്പോഴൊക്കെ തന്നെ ഒരുപാട് ഉപദേശങ്ങളുമായി സജ്ജമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. ഏത് പ്രധാനമന്ത്രിക്കാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു പ്രാധാന്യവും അംഗീകാരവും കിട്ടിയിട്ടുള്ളത്? നമ്മൾ അദ്ദേഹത്തിന് മുമ്പിൽ നമ്മൾ സല്യൂട്ട് ചെയ്ത് പോകുന്നു. മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യം ഇന്ന് വിട നൽകുകയാണ്. ഇന്ന് രാവിലെ 11:45 നിഗം ബോധ്ഘട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം ഇന്ന് 8 മണിയോടെ അക്ബർ റോഡിലെ കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും. അവിടെ പൊതുദർശനമുണ്ടാകും. ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വസതിക്ക് മുന്നിൽ നിതിൻ അംബുജനുണ്ട്. അതുപോലെ AICC ആസ്ഥാനത്ത് പൊതുദർശനം നടക്കുന്ന സ്ഥലത്ത് ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ആദ്യം നിതിൻ അംബുജനിലേക്ക്. ഗുഡ് മോർണിംഗ് നിതിൻ അംബുജൻ ആൻഡ് ശ്രീനാഥ് ചന്ദ്രൻ. നിതിൻ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുമ്പോൾ അതിൻ്റെ പിന്നാലെ ചില വിവാദവും കത്തിപ്പടർന്നു വരുന്നു. അപ്പോൾ ഈ വിവാദത്തിന് പ്രസക്തി ഉണ്ടോ എന്നാണ് നമുക്ക് ഡൽഹി നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹി തണുത്തുറഞ്ഞു നിൽക്കുകയാണല്ലോ ഈ പ്രഭാതത്തിലും. അപ്പോൾ തണുപ്പിനപ്പുറം ഈ മനുഷ്യൻ്റെ ചൂട്, വിയോഗത്തിൻ്റെ ചൂട് നമ്മൾ അനുഭവിച്ചറിയുന്നു. എന്തായാലും ഇന്ത്യയെ ആധുനികതയിലേക്ക് കൈപിടിച്ചു ഉയർത്തിയ ഒരു വ്യക്തിക്ക് ഇന്ന് രാജ്യം വിട നൽകാൻ ഒരുങ്ങുകയാണ്. രാവിലെ 8 മണിക്ക് തന്നെ ഞാൻ ഈ നിൽക്കുന്ന മോത്തിലാൽ നെഹ്റു മാർഗിലെ 3-ാം നമ്പർ വസതിയിൽ നിന്ന് രാവിലെ 8 മണിക്ക് തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം തൊട്ടടുത്തുള്ള AICC ഓഫീസിലേക്ക് കൊണ്ടുപോകും. ഏതാണ്ട് വളരെ അടുത്താണ് മോത്തിലാൽ നെഹ്റു മാർഗിലെ ഈ വസതിയിൽ നിന്നും AICCയിലേക്കുള്ള ദൂരം. അതുകൊണ്ട് തന്നെ കൃത്യം 8 മണിക്ക് ഇവിടെ നിന്ന് AICC ഓഫീസിലേക്ക് കൊണ്ടുപോകും. 8:30 മുതൽ 9 വരെയാണ് AICC ഓഫീസിൽ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷം 11:45 നിഗംബോധ് ഘട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്.
തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം മെനഞ്ഞാന്ന് രാത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മളെല്ലാം വിട്ടുപിരിഞ്ഞത്. രാത്രി 9:51 മരണം സംഭവിച്ചു എന്നാണ് എയിംസിലെ മെഡിക്കൽ ബുള്ളറ്റിൽ അവർ ഔദ്യോഗികമായി തന്നെ അറിയിച്ചത്. ഈ വീട്ടിൽ വെച്ച് അദ്ദേഹം കുഴിഞ്ഞു വീഴുകയായിരുന്നു. അതിനുശേഷം എയിംസിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ മുഴുവൻ സമയവും മൃതദേഹം ഈ വസതിയിലുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, അതോടൊപ്പം തന്നെ മുതിർന്ന മറ്റ് നേതാക്കളടക്കം ഇവിടെ വന്ന് അന്തിമോപചാരം അർപ്പിച്ചു. അതോടൊപ്പം തന്നെ ഭരണരംഗത്തെ പല വ്യക്തികളും പല ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം എത്തി ഇവിടെ ആദരാഞ്ജലി അർപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണുള്ളത്. കടുത്ത തണുപ്പും അതോടൊപ്പം തന്നെ മഴയും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ മഴയുടെ എല്ലാം തന്നെ സാഹചര്യം കണക്കാക്കിയായിരിക്കും വിലാപയാത്ര വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും 8 മണിക്ക് തന്നെ ഈ വസതിയിൽ നിന്ന് തൊട്ടടുത്തുള്ള AICC ഓഫീസിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ SKN സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യം അദ്ദേഹത്തിന് വിട പറയാൻ ഒരുങ്ങുമ്പോൾ വലിയ വിവാദമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് സമാധി സ്ഥലമായി പ്രത്യേകിച്ചും ഒരു അന്ത്യവിശ്രമത്തിനായി രാജ്ഘട്ടിന് സമീപം ഒരു സ്ഥലം അനുവദിക്കണമെന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ എന്നിവർ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല. ഇന്ന് രാവിലെ 11:45 നിഗംബോധ് ഘട്ടിൽ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം മുൻ പ്രധാനമന്ത്രിമാർ അത്തരം പ്രോട്ടോകോളുള്ള ആളുകൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേക സ്ഥലം നേരത്തെ എല്ലാം അനുവദിച്ചിരുന്നു. അത്തരത്തിലൊരു നീക്കം എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥലോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ സ്മാരകം കുടികൊള്ളുന്ന വീർഭൂമിക്ക് സമീപമായോ അത്തരമൊരു സ്ഥലം വേണമെന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചത്. പക്ഷേ നിഗംബോധിൽ ഘട്ടിൽ നടത്താനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. എന്തായാലും കുടുംബമായി ഇതിനകം തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ചില ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അവിടെ നടന്നാൽ സ്മാരകമടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കുമെന്ന ഒരു വിവരമാണ് കുടുംബത്തിന് നൽകിയിരിക്കുന്നത്. എന്നാൽ രാജ്യത്തെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിക്ക് ബോധപൂർവമായ അപമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നടപടി ഞെട്ടിപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ അമ്പരിപ്പിക്കുന്നതുമെന്നാണ് ഇപ്പോൾ ശിരോമണി അകാലിദളും പ്രതികരിച്ചിരിക്കുന്നത്. നമുക്കറിയാം വിഭജനത്തിന്റെ അടക്കം കയ്പേറിയ അനുഭവങ്ങളുണ്ടായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. അതിനുശേഷം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ലോകത്തിന്റെ ഉന്നതിയിലെത്തിക്കാൻ പ്രവർത്തിച്ച ഒരു വ്യക്തിക്ക് അതിന്റെ അർഹമായ ഒരു അന്ത്യയാത്ര നൽകണം എന്നൊരു ആവശ്യമാണ് കോൺഗ്രസ് അടക്കം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ വലിയ വിവാദവും അമർഷവും കോൺഗ്രസിനുണ്ട്. ആ നിലയിലുള്ള ഒരു പ്രതികരണങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഈ മണിക്കൂറുകളിലും നടത്തിയിരിക്കുന്നത്. നിലവിലിപ്പോൾ ഞാൻ നിൽക്കുന്ന മൻമോഹൻ സിംഗിന്റെ വസതിയിൽ നിന്ന് രാവിലെ 8 മണിക്ക് തന്നെ തൊട്ടടുത്തുള്ള AICC ഓഫീസിലേക്ക് കൊണ്ടുപോകും. പക്ഷേ നിലവിലെ വിവാദങ്ങളെല്ലാം തന്നെ അനാവശ്യമാണ്. രാജ്യത്ത് 10 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടും നരസിംഹറാവുവിന് അർഹമായ ഒരു പരിഗണന നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്ന മറുപടിയാണ് BJP ഈ വിവാദങ്ങളിൽ നൽകിയിരിക്കുന്നത്. ഇതിനുമ്പോഴാണ് ഇനി AICC ആസ്ഥാനത്ത് നമ്മുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ശ്രീനാഥ് ചന്ദ്രൻ, AICC ആസ്ഥാനത്ത് പൊതുദർശനം എപ്പോഴാണ് ആരംഭിക്കുക? വിവാദം പതുക്കെ ചൂട്ടുപിടിച്ച് വരുന്നുണ്ട്. എന്നാൽ വിവാദത്തിനപ്പുറം എല്ലാ വിവാദങ്ങൾക്കും ഒഴിഞ്ഞു നിന്ന ഈ വലിയ മനുഷ്യനെ പലപ്പോഴും മൗനത്തിൻ്റെ വാൽമീകത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്ന ഈ മനുഷ്യൻ, ഈ പ്രതിഭാശാലിക്ക് വിവാദമില്ലാതൊരു യാത്രയപ്പ് കൊടുക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ്. പറയൂ. SKN വെരി ഗുഡ് മോർണിംഗ്. അദ്ദേഹം ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അത്രയും വലിയ വിവാദങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്നു. പ്രതിപക്ഷം വലിയ രീതിയിൽ അദ്ദേഹത്തെ വേട്ടയാടിയതാണ്. മാധ്യമങ്ങളും ഒരു പരിധിവരെ അദ്ദേഹത്തെ വലിയ തോതിൽ വിമർശിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ അന്ത്യയാത്രയിലും സമാനമായ തരത്തിൽ മറ്റൊരു രീതിയിലാണെങ്കിൽ പോലും ഒരു വിവാദം ഉണ്ടാകുന്നു എന്നതാണ് ഒരു വസ്തുത. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് അക്ബർ റോഡിലെ AICC ആസ്ഥാനത്താണ്. ഈ AICC ആസ്ഥാന ഈ മന്ദിരത്തിന് സമീപമായി ഈ പ്രത്യേക ഇടം ഈ പൊതുദർശനത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. 9:30 വരെ പൊതുദർശനം നടക്കും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ നിന്ന് വിലാപയാത്രയായി നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മളെ അറിയിച്ചിട്ടുള്ളതും കാൽനട യാത്രയായി വിലാപയാത്ര മുന്നോട്ട് പോകും എന്നതാണ്. ഏതാണ്ട് ഇവിടെ നിന്ന് 10 കിലോമീറ്റർ ദൂരമുണ്ട് നിഗംബോധ് ഘട്ടിലേക്ക്. പക്ഷേ കാലാവസ്ഥ അതത്ര അനുകൂലമല്ല, നല്ല തണുപ്പുമുണ്ട്. ഇന്നലെയൊക്കെ മഴയും ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നും അതിന് സമാനമായ രീതിയിൽ തന്നെ മഴയുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ പ്രവചനം. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ അത്രയും ദൂരം ഈ കാൽനട യാത്ര ഉണ്ടാകുമോ, അത് ഒഴിവാക്കി വാഹനത്തിൽ തന്നെ ആയിരിക്കുമോ എന്നതാണ് അറിയേണ്ടതുള്ളത്. ഈ പൊതുദർശനം നടക്കുന്നിടത്ത് സ്ഥലപരിമിതിയൊക്കെ ഉള്ളതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഒരുപക്ഷെ അങ്ങോട്ടേക്ക് ഈ പൂർണ്ണ സമയവും അവിടെ അനുവാദം ഉണ്ടാവില്ല ചിത്രീകരിക്കാൻ. അതിനു മുമ്പ് ഒരല്പസമയം മാത്രമായിരിക്കും ചിത്രീകരിക്കാൻ അനുവാദം ഉണ്ടാവുക. ഏതായാലും ഇന്നലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കൾ, അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും, പ്രതിപക്ഷ ഭരണപക്ഷത്തു നിന്നുള്ള പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് ശേഷിക്കുന്ന കാണാൻ ബാക്കിയുള്ള ആളുകളെത്തും. അതോടൊപ്പം പാർട്ടി പ്രവർത്തകർക്ക് മൻമോഹൻ സിംഗിനെ അവസാനമായി ഒരിക്കൽ കൂടി കാണാനുള്ള അവസരം എന്ന
നിലയിലാണ് ഇന്നത്തെ പൊതുദർശനം കുറച്ചുകൂടി ശ്രദ്ധേയമാവുന്നത്. കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അടക്കമുണ്ട്, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ അവസാനമായി ഒരു നോക്ക് കാണാൻ അന്ത്യയാത്രയിൽ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. ഏതായാലും 11:30 നിഗംബോധ് ഘട്ടിൽ എത്തിച്ച് 11:45 സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നതാണ് ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. സൈന്യത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിക്കുകയും ചെയ്യുക. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ചടങ്ങുകൾ നടക്കും. ഇന്ന് ഉച്ചവരെ ഏതായാലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുമുണ്ട്. അങ്ങനെ രാജ്യം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരികളിൽ ഒരാളായ ഡോക്ടർ മൻമോഹൻ സിംഗിന് അദ്ദേഹം അർഹിക്കുന്ന തരത്തിലുള്ള ഒരു യാത്രയപ്പ് തന്നെ നൽകുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസ്കാര ശേഷം ഈ സ്മാരകം പണിയുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകുന്നതിനെ തുടർന്നാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. സംസ്കാരം നടക്കുന്ന ഇടത്ത് തന്നെ ഈ സ്മാരകവും പണിയണം എന്നതാണ് കോൺഗ്രസ് ഇന്നലെ ആവശ്യപ്പെട്ടത്. സ്മാരകം നിർമ്മിക്കുമെന്ന് പറയുമ്പോൾ പോലും അതെവിടെ എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി കാക്കണം എന്നതാണ് കേന്ദ്രം പറയുന്നത്. ഇത് വേദന ഉണ്ടാക്കുന്നു എന്നത്. ഓക്കെ, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.